നീറവയിലേക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ദൈവദിനമായി നിൽക്കുവാൻ ദൈവം സഹായിച്ച അളവറ്റ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് നമ്മൾ മുൻ ചിന്തിച്ച വീഡിയോയുടെ ഭാഗമായിട്ട് തുടർന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവ വിഷയമായി സമ്പന്നനാകുന്നത് എന്താണെന്നാണ്, അല്ലെങ്കിൽ ലവോദിക്ക സഭയെ ഞാൻ സമ്പന്നനെന്ന് സ്വയം വിലയിരുത്തിയവരെ അവർ ദരിദ്രരും നിർഭാഗ്യരുമാണെന്ന് കണ്ട കർത്താവ് അവരെ സമ്പന്നരാക്കുവാൻ എന്തു വേണം എന്ന് പറഞ്ഞതാണല്ലോ നമ്മുടെ ചിന്താ വിഷയം. അപ്പോൾ ഏതിലാണ് ദൈവവിഷയമായി സമ്പന്നൻ ആകുക എന്നതിൽ ഒരു കാര്യം നാം ചിന്തിച്ചു. വിശ്വാസത്തിൽ സമ്പന്നനാകുക. ഈ ലോകത്തിൽ എത്ര നാൾ ജീവിക്കുന്ന അറിയത്തില്ല. ആകെയാൽ ആ നാളുകൾ കർത്താവ് തന്ന വിശ്വാസം ഇത് അമൂല്യമാണ്. വിലമതിക്കാനാവാത്ത വിശ്വാസമാണ് നമുക്ക് തന്നത്. അപ്പോസ്തലൻ പറയുന്നു, വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പോൾ ഇത് അമൂല്യമാണ്, പ്രഷ്യസ്. ഈ വിശ്വാസത്തിന് നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തല്ലോ. ആകയാൽ ആ വിശ്വാസത്തെ നാൾക്ക് നാൾ വർദ്ധിപ്പിച്ച് വിശ്വാസത്തിൽ നിലനിന്ന് കർത്താവിനെ സേവിപ്പാൻ നമുക്ക് ശ്രദ്ധിക്കാം. അല്പം കൂടെ ഒരു വിഷയം കൂടെ ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കുന്നു. അവർ ക്രിസ്തു വന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്യം കൂടെ വായിക്കാം. 3-ാം വാക്യത്തിൽ പറയുന്നത് ശ്രദ്ധിക്കുക. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഒക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. നിങ്ങൾക്കും ലവോദിക്കയുള്ളവർക്കും, അതിൻ്റെ 1-ാം വാക്യം, ജഡത്തിൽ പൗലോസ് കൊലോസിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, ലവോദിക്ക സഭയ്ക്കും പൗലോസിനെ മുഖാമുഖമായി കാണാത്ത എല്ലാവർക്കും വേണ്ടിയാണ് ഇത് എഴുതുന്നത്. ലവോദിക്കയിലെ കൊലോസിലെ വിശ്വാസികളും വാസ്തവത്തിൽ പൗലോസിനെ മുഖാമുഖമായി കണ്ടിട്ടില്ല. ആ സമയത്താണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം അവരോട് പറയുന്നു, ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ വളരെ പോരാട്ടം കഴിക്കുന്നു. എന്തിനു വേണ്ടി? അവരോട് പറയും, നിങ്ങൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ അവനെ അറിയുന്ന അറിവിൻ്റെ, അവനെ ശരിയാവണ്ണം അറിഞ്ഞ അതിൻ്റെ സമ്പത്ത് പ്രാപിക്കണം. മറഞ്ഞിരുന്നിട്ട് ഒരു കാലത്ത് മറഞ്ഞിരുന്നതും പിൽക്കാലത്ത് വെളിപ്പെട്ടതുമായ കാര്യത്തിനാണല്ലോ മർമ്മം എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ ക്രിസ്തു പഴയ നിയമത്തിൽ പല കാര്യങ്ങൾ വ്യക്തമായി കാണാമെങ്കിലും പൗലോസ് പ്രസംഗിച്ച പോലെ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ച പോലെ ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്നുള്ളത് എല്ലാവർക്കും മറഞ്ഞിരുന്ന കാര്യമായിരുന്നു. മാത്രമല്ല, ജാതികളിൽ നിന്നൊരു കൂട്ടം യഹൂദന്മാർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്ന് അപ്പോസ്തലന്മാർ പോലും വിശ്വസിച്ചിരുന്ന കാലമായിരുന്നു. കൊർന്നേലിയസിൻ്റെ വീട്ടിൽ പോകുന്നവരെ, പത്രോസിനെ ദൈവം കൊർന്നേലിയസിൻ്റെ വീട്ടിൽ അയക്കുന്നവരെ യെരൂശലേമിലെ ആളുകൾ എല്ലാം ധരിച്ചത് അന്ന് വരെ യെരൂശലേമിലെ സഭയിൽ കൂടി വന്ന ജനം നാൾക്കാൽ ആളുകൾ വർദ്ധിച്ചിട്ടും അവരെല്ലാം ധരിച്ചത് ഞങ്ങൾക്ക് മാത്രമാണിത്, ഞങ്ങൾക്ക് മാത്രം ദൈവം ഒരുക്കിയ പദവിയാണ്. എന്നാൽ യഹൂദന്മാർക്ക് മാത്രമല്ല, സകല ജാതികൾക്കും ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതാണ് ഇത് എന്ന് കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ പരിശുദ്ധാത്മ പറച്ച ഉണ്ടായി അവർ രക്ഷയിലേക്ക് വന്നത് മൂലമാണല്ലോ
യെരൂശലേമിലെ സഭ മനസ്സില്ലാ മനസ്സോടെ ഉൾക്കൊണ്ടത്. മനസ്സില്ലാ മനസ്സോടെ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാം, സംശയം വരാം. യെരൂശലേമിൽ ജാതികളും ദൈവവചനം കൈക്കൊണ്ടുവെന്ന് അവരും സ്നാനപ്പെട്ടുവെന്ന് അവരുടെ മേൽ പരിശുദ്ധാത്മ പകർച്ച ഉണ്ടായെന്ന് യെരൂശലേമിലെ വിശ്വാസികൾ അറിഞ്ഞു. പത്രോസ് തിരിച്ചു വന്ന പൗലോസല്ല, പത്രോസ് തിരിച്ചു വന്നപ്പോൾ വലിയ തർക്കമായി. അപ്പോൾ പത്രോസ് തനിക്കുണ്ടായ ദർശനം വിവരിച്ചു. അപ്പം അത് കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തരായി. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. പിന്നെ ജാതികളുടെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. പൗലോസിനെ എഴുന്നേൽപ്പിച്ചു. പൗലോസ് പ്രജാതികളുടെ ഇടയ്ക്ക് എല്ലാം അന്ന് അറിയപ്പെട്ട ഏഷ്യ മൈനർ മുഴുവൻ പൗലോസ് സഞ്ചരിച്ചു, യൂറോപ്പിൽ സഞ്ചരിച്ചു, കർത്താവിനെ പ്രസംഗിച്ചു, എല്ലായിടത്തും സഭകളുണ്ടായി. അപ്പോൾ അങ്ങനെ ആ ദൈവമർമ്മമായി ക്രിസ്തു വെളിപ്പെട്ടു. ആ മർമ്മം എന്തിനെന്ന് വെളിപ്പെട്ടു? എഫെസ്യ ലേഖനത്തിൽ അവരുടെ ഇടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം ഇന്നതെന്ന് വെളിപ്പെടുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്ന് കാണുന്നു. അങ്ങനെ ദൈവമർമ്മം വെളിപ്പെടുക. അപ്പോൾ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണം. കാരണം അവനിലാണ് എല്ലാം. ഇവിടെ 3-ാം വാക്യത്തിൽ കണ്ടല്ലോ, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ എല്ലാ ധനവും നിക്ഷേപങ്ങൾ, അതെല്ലാം ട്രഷർ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ, നിധി മറഞ്ഞിരിക്കുന്നു. അവനിൽ മറഞ്ഞിരിക്കുന്ന ആ നിധിയെക്കുറിച്ചുള്ള ആ നിധിയുടെ സമ്പത്ത്, അവനെ അറിയുന്ന അറിവിൻ്റെ സമ്പത്ത് നാം എല്ലാവരും പ്രാപിക്കണമെന്ന് പൗലോസ് പറയുന്നു. യേശു ക്രിസ്തുവിനെ അറിയുന്ന അറിവിൻ്റെ സമ്പത്ത്. അതെന്താ ഉണ്ടാകുക? ഈ സമ്പത്ത് പ്രാപിച്ചാൽ എന്തുണ്ടാകും? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? മുന്നൊരു വീഡിയോയിൽ ഏതോ ഒരു വിഷയവുമായുള്ള ബന്ധത്തിൽ ഞാനിത് അതിൻ്റെ അല്പമായി സൂചിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് തന്നെ പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ വായിച്ചറിവും കേട്ടറിവുമേ എനിക്കുള്ളൂ. പൗലോസ് മഹാസമ്പന്നായിരുന്നെന്നും അവന് ധാരാളം സ്വത്തുണ്ടായിരുന്നെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്. പലരും ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. അത് പ്രസംഗം ഒത്തിരി കേട്ടിട്ടുണ്ട്, വായിച്ചും അറിവുണ്ട്. മാത്രമല്ല യഹൂദന്മാരുടെ ഭരണസമിതിയിൽ 70 പേരടങ്ങിയ സന്നദ്രീം സംഘത്തിൽ വളരെ സ്വാധീനവാനുണ്ടായിരുന്നു. അതിന് മെമ്പറാണോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ഞാൻ പറയുന്നില്ല. മാത്രമല്ല ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, വിദ്യാഭ്യാസപരമായി അവനെക്കുറിച്ച് ഫെസ്തോസ് പറഞ്ഞത്, പൗലോസേ നിനക്ക് പ്രാന്തുണ്ട്, വിദ്യാബഹുത്വത്താൽ മറ്റു വായിക്കപ്പെടുന്ന പഠിച്ച് അത് നിനക്ക് ഭ്രാന്തായെന്ന് ഫെസ്തോസ്, റോമൻ ഗവർണറായ ഫെസ്തോസ് അവനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയുടെ ധനം, ചുരുക്കി പറഞ്ഞാൽ ഈ ധനമൊക്കെ ഉള്ള സമ്പന്നനായ പൗലോസ് ഇപ്പോൾ പറയുന്നു, ഞാൻ എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം, എക്സലൻസി ഓഫ് നോളജ്, അറിവിൻ്റെ മികവ് നിമിത്തം യേശുവിനെ ഞാൻ അറിഞ്ഞു. വെറും അറിവല്ല, കേട്ടറിവല്ല, കണ്ടറിഞ്ഞു. അതുമാത്രമല്ല, അവനെ അനുഭവിച്ചറിഞ്ഞു. അത് മാത്രം അതിൽ നിർത്തിയില്ല. അതിൻ്റെ അഗാധ തലങ്ങൾ
അതിൻ്റെ സമ്പത്ത് ഞാൻ പ്രാപിച്ചു. എനിക്ക് മാത്രം ഉണ്ടായ പോരാ, നിങ്ങൾക്കും അതുണ്ടാകണം. അതുകൊണ്ടാണ് കൊലോസ്യക്കാരോട് പറഞ്ഞത്, നിങ്ങൾ ആ ക്രിസ്തു എന്ന ദൈവമർമ്മത്തെക്കുറിച്ച് കേട്ടാൽ മാത്രം പോരാ, അറിഞ്ഞാലും മാത്രം പോരാ, അതിൻ്റെ സമ്പത്ത് അവൻ എന്താണെന്നുള്ളതിൻ്റെ ആ സമ്പത്ത് നിങ്ങളും പ്രാപിക്കണം. അത് പ്രാപിച്ചാൽ എന്തുണ്ടാകും? അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയുന്ന അറിവിൽ ഞാനും നിങ്ങളും സമ്പന്നരായാൽ നമ്മിൽ എന്തുണ്ടാകും? പൊലോസുണ്ടായതിന് പൊലോസാൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ്. ഒന്ന്, എല്ലാം ചവറന്നു നിന്നു. രണ്ട് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഛേദമൊന്നും ചവറന്നു. ആദ്യം പറഞ്ഞു ലാഭമായതെല്ലാം ഛേദമെന്നു. എന്നാൽ 11-ാം വാക്യത്തിൽ വരുമ്പോൾ, ഫിലിപ്പിലേഖനം 3-ാം 11-ാം വാക്യത്തിൽ വരുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ചവറെണ്ണുന്നു. നല്ല കാര്യമാണ്. എൻ്റെ സ്വാധീനം എൻ്റെ സ്വാധീനം എൻ്റെ മറ്റുള്ളവരുടെ മേലെനിക്കുള്ള ഭരണതലത്തിലും ആ സമൂഹത്തിലും എനിക്കുള്ള സ്വാധീനം ചവറെണ്ണുന്നു. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ പറയുന്ന ആൾക്ക് വട്ടാണെന്നേ തോന്നുള്ളൂ. കാരണം ഭരണതലത്തിലും അവിശ്വാസികളുടെ മധ്യത്തിലും രാഷ്ട്രീയക്കാരുടെ മധ്യത്തിലും സ്വാധീനം വർദ്ധിപ്പിക്കാൻ എന്ത് ബദ്ധപ്പാടാണ് ഓരോരുത്തർ കാണിക്കുന്നത്. മാത്രമല്ല, സംഘടനാപരമായ അധികാരം പിടിച്ചെടുക്കാൻ എന്തെല്ലാം കുൽസിത ശ്രമങ്ങളാണ് ആത്മീയ മണ്ഡലത്തിൽ കാണുന്നത്. ദേവദാസൻ പറഞ്ഞ് ഞാൻ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ അതൊന്നും വേണ്ട. മാത്രമല്ല, അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ പറഞ്ഞു, എൻ്റെ പ്രാണനും എനിക്ക് വലുതല്ല. ഫിലിപ്പിലേഖനം 1-ാം അധ്യായത്തിൽ താൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തുവും മരിച്ചാൽ ലാഭം. എനിക്ക് വേറെ ഒന്നും വേണ്ട, ക്രിസ്തുവാണ് എൻ്റെ ധനം, എൻ്റെ സമ്പത്ത് യേശുവാണ്. ഒരു കാലത്ത് ജീവിച്ചിരുന്ന ദൈവദാസൻ പാടി, എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലെന്നും യേശു മാത്രം സമ്പത്താകുന്നു. ഇന്നത്തെ കാലത്ത് നേരെ മറിച്ചാ പാടുന്നത്. മറ്റേ പാട്ട് പാടിയാലും അനുഭവം നേരെ മറിച്ചാണ്. ക്രിസ്തുവിൽ സമ്പന്നനായ പൗലോസ് എന്ത് ചെയ്തു? 3 കാര്യങ്ങൾ അവിടെ കാണാം. ഒന്ന്, ലാഭമായതെല്ലാം ഛേദമെന്ന് തന്നെ. മറ്റു വാക്കിൽ പറഞ്ഞത്, ഈ ലോകത്തിലെ സ്വാധീനം, ധനം, മാനം, എല്ലാ പദവികൾ, ഇതെല്ലാം ഛേദമെന്ന് തന്നെ. അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായാലും അതെല്ലാം നശ്വരം. ആ വസ്തുക്കളെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം അവനുണ്ടായി. കർത്താവിൽ സമ്പന്നാകുന്ന ഒരു വ്യക്തി ലോകത്തിൻ്റെ കാര്യങ്ങളെ മുറുകെ പിടിക്കത്തില്ല. അവനത് ചവറാണ്. അപ്പോൾ ഇന്ന് പലതിൻ്റെയും പുറകെ നാം പായുന്നെങ്കിൽ യേശുവിനെ അറിഞ്ഞിട്ടില്ലെന്നർത്ഥം. അല്ലെങ്കിൽ കർത്താവ് യേശുവിനെ ഈസ്കോരിയോത്ത യൂദായെ പോലെ 30 കാശിന് ഒറ്റി കൊടുക്കുന്ന സ്വഭാവമാണ് നമുക്കെന്നർത്ഥം. ഒരിക്കൽ ഒരാൾ പറഞ്ഞത് ഓർക്കുന്നു, ഒരു വിഷയത്തുള്ള ബന്ധത്തിൽ പണത്തിന് മേലെ പരുന്തും പറക്കുകയില്ല. അതാണ് മുഖ്യം. ഇന്ന് അതല്ലേ കാണുന്നത്. വസ്തുക്കൾ അയ്യോ നശ്വരമായത്, അത് ക്ഷയിക്കുന്നത്, അതൊന്നിനും കൊള്ളത്തില്ല, എനിക്കത് വേണ്ട. പഴയ പല പാട്ടുകളും ഇങ്ങനെ എൻ്റെ ഓർമ്മയെ വരുന്നു. യേശുദാനൻ സമ്പത്ത് ആകുന്ന നിക്ഷേപം സ്വർഗത്തിലാണ്, നശിക്കില്ലത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ അറിവിൻ്റെ സമ്പത്ത് പ്രാപിച്ചാൽ തീർച്ചയായിട്ടും ഈ ലോകത്തിലെ വസ്തുക്കളെ ചവറന്നു. ഈ ലോകത്തുള്ളതല്ല. മറ്റു വാക്യം ഞാനെന്ന് പറയുക, മൂല്യബോധം എന്നാണ്. ശരിയായ മൂല്യബോധം നമുക്കുണ്ടാകും. ഇതെല്ലാം ഇത്രയേ ഉള്ളൂ. മാനം, ധനം, മണ്ണിൻ മഹിമകളെല്ലാം ശാന്തിയെ നൽകത്തില്ല. മാത്രമല്ല, പിന്നെയും പൗലോസ് പറയുന്നു അവൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച്. 12-ാം വാക്യം, ഫിലിപ്പിലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല
ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. 13-ാം വാക്യം, സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. തന്നെക്കുറിച്ച് അവൻ പറയുന്നു, ഞാൻ ഒന്നും ആയില്ല. ഇത്രയും എല്ലാം അറിവ് സമ്പാദിച്ചവൻ, ഞാൻ ഒന്നും ആയില്ല, ഞാൻ ഒന്നുമില്ല, എനിക്ക് ലഭിച്ചു കഴിഞ്ഞെന്നല്ല. ഇത് പറയുന്നത് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിട്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വ്യക്തിയാണ് പറയുന്നത്, അയ്യോ എനിക്കൊന്നുമില്ല, ഞാൻ ഒന്നുമായില്ല, ഞാനൊന്നും പ്രാപിച്ചില്ല. ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ കാണുന്ന പാദസേവക വൃന്ദത്തെ വളർത്തിയെടുക്കുന്ന ചക്രവർത്തിമാരായി വിലസുന്ന പലരെയും നാം കാണുന്നുണ്ടല്ലോ. എന്തോ ആയെന്ന മനുഷ്യൻ ധരിക്കുന്നേ, പക്ഷേ ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം ഞാൻ എന്തെങ്കിലും ആയെന്ന് ഞാൻ ചിന്തിച്ചാൽ ആത്മീയമായി ലൗകിക സഭയില്ല, അല്ലെങ്കിൽ ഞാൻ ദരിദ്രനാ, ഞാൻ നിർഭാഗ്യനാ, കൂടുതൽ പോലും നഷ്ടപ്പെട്ടവനാ, ഒന്നുമായില്ല. എനിക്ക് ലഭിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. മറ്റേ വാക്യത്തിൽ പറഞ്ഞ സ്വയത്തെക്കുറിച്ചുള്ള ബോധം, തന്നെക്കുറിച്ചുള്ള ശരിയായ ബോധം, സ്വയാവബോധമെന്നാണ് ഞാൻ പറയുക. സ്വയാവബോധം, തന്നെക്കുറിച്ച് കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ അയ്യോ ഞാൻ കൃമി, ഞാൻ ഏതുമില്ല. അതുകൊണ്ടാണ് അവനൊരു ആയുസ് മുഴുവൻ സഹിച്ച കഷ്ടതകളെ നോടുന്നതിലേക്കുള്ള ലഘുവായ കഷ്ടമെന്ന് പറഞ്ഞു. കാരണം തേജസ്സിൻ്റെ ധനത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്. അപ്പോൾ നാം ക്രിസ്തുവിനെ അറിയുന്ന അറിവിൽ നാം സമ്പന്നരായാൽ ഈ ലോകത്തിൻ്റെ വസ്തുക്കളെല്ലാം നമുക്ക് ചവറാം, ഈ ലോകത്തിൻ്റെ പദവികളെല്ലാം നമുക്ക് ചവറാം, ഈ ലോകത്തിലെ സ്ഥാനമാനങ്ങളെല്ലാം നമുക്ക് ചവറാം, ഈ ലോകത്തിൻ്റെ അംഗീകാരം നമുക്ക് ചവറാം. അയ്യോ, ഇന്ന് ഭരണതലത്തിലൊക്കെ അംഗീകാരം നേടാൻ എന്തുമാത്രം ബദ്ധപ്പാടാണ് കാണിക്കുന്നത്. ഇന്ന് അത് മാത്രമല്ല, സംരക്ഷകരെ തേടി ഒരു കാലത്ത് കർത്താവായിരുന്നു, ഇന്ന് യേശുവിനെ സൂക്ഷിക്കാൻ കഴിയത്തില്ല. ഇന്ന് ലോകത്തിലെ നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ വേണം ആ ദൈവത്തെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് അവരുടെ പുറകെ പായുന്ന ദുഃഖകരമായ നികൃഷ്ടമായ അവസ്ഥ ആത്മീയ മണ്ഡലത്തില്ലേ. എന്നാൽ യേശുവിനെ അറിഞ്ഞാൽ അതെല്ലാം ചവറ്. ആ സമ്പത്ത് പ്രാപിച്ചാൽ, ക്രിസ്തു വന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിച്ചാൽ, ജ്ഞാനത്തിലെയും നിക്ഷേപങ്ങളൊക്കെയും അടങ്ങിയിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന യേശുവിനെ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ സമ്പത്ത് പ്രാപിച്ചാൽ, ഞാനൊന്നുമില്ല, ഞാനൊന്നും ആയില്ല, ഇനിയും പ്രാപിക്കാൻ ഓടുന്നതേ ഉള്ളൂ. മാത്രമല്ല വേറൊരു കാര്യം കൂടെ അവൻ പറഞ്ഞു. അതിൻ്റെ 14-ാം വാക്യത്തിൽ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമ വിളിയുടെ ബിരുദനായി ലാക്കിലേക്കോടുന്നു. വ്യക്തമായ ലക്ഷ്യബോധം. എൻ്റെ ഓട്ടം തെറ്റിക്കുവാൻ ഒരു ശക്തിയെ ഞാൻ അനുവദിക്കുന്നില്ല. ഞാനൊരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി, ഒരു ഓട്ടക്കളത്തിലാണ്. ഒരു ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എന്നാൽ ഒരുവനെ ബിരുദ പ്രാപിക്കുന്നുള്ളൂ. നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവീൻ. നമ്മൾ ഇന്ന് പ്രാപിപ്പാൻ തക്കവണ്ണമാണോ ഓടുന്നത്? പ്രാപിപ്പാൻ തക്കവണ്ണം ഓടണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ, അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം, അവനിൽ ജീവിച്ച അവനിൽ നിന്നുള്ള പരിജ്ഞാനം നാം പ്രാപിക്കണം. യേശുവിനെ കുറിച്ച് പുസ്തകങ്ങൾ, അനേക പുസ്തകങ്ങൾ നാം വായിച്ചിരിക്കാം, ഒരുപക്ഷെ തീസിസ് സമർപ്പിച്ചിരിക്കാം, അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൽ ബിരുദമോ ബിരുദാനന്ദ ബിരുദമോ അതിൻ്റെ മുകളിലുള്ള ബിരുദമോ നാം നേടിയിരിക്കാം. അതൊന്നും യേശുവിനെ അനുഭവിച്ചറിയുന്നതിൻ്റെ, ജീവിതത്തിലുള്ള വ്യക്തിപരമായി അവനെ നേടുന്നതിൻ്റെ, അവനെ സ്വന്തമാക്കുന്നതിന്, അവനെ അറിയുന്നതിൻ്റെ ആ സമ്പത്ത് പ്രാപിക്കുന്നതിന് തുല്യമല്ല. അവനെ അറിഞ്ഞാൽ, അയ്യോ, ആ സമ്പത്ത് നാം പ്രാപിച്ചാൽ ഒന്ന് നാം ചെയ്യും, മറ്റൊന്നും നമുക്ക് വിഷയമല്ല. പിൻപുള്ളതിനെല്ലാം മറന്ന് എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് അവിടെ എത്തണം, എനിക്കൊരു ബിരുദമുണ്ട്, അത് പ്രാപിക്കണം. വെറുതെയാണോ തീമോഥെയോസിൻ്റെ 2-ാം ലേഖനത്തിൽ പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു,
ഇനി നീതിയുടെ കിരീടമുണ്ട്. അത് തരുന്നത് വേറെ ആരുമല്ല, നീതിയുള്ള ന്യായാധിപതിയായ ക്രിസ്തു എനിക്ക് തരും. എന്ത് ഉറപ്പിലാവും പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഈ ബോധ്യമുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ അറിയുന്ന അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ, പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ മറഞ്ഞിരിക്കുന്ന, ആ നിധി മറഞ്ഞിരിക്കുന്ന കർത്താവായ യേശുവിനെ ഓരോ ദിവസവും അറിഞ്ഞ്, അത് പുസ്തകത്തിൽ നിന്ന് കിട്ടത്തില്ല, അല്ലെങ്കിൽ ബുക്കുകളിൽ നിന്ന് കിട്ടുകയില്ല, മനുഷ്യൻ്റെ ഫിലോസഫി കൊണ്ട് കിട്ടത്തില്ല. അത് അവനുമായുള്ള ബന്ധത്തിൽ നിന്നാണ് പ്രാപിക്കുക. ചിലപ്പോൾ അത് അവന് പൗലോസ് അത് പ്രാപിക്കുന്നതിന് വേണ്ടി സകലത്തെ ഉപേക്ഷിച്ചു, പ്രാണനെ പോലും തേച്ചു, എനിക്ക് ക്രിസ്തുവിനെ നേടണം. ആ ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൽ എത്ര വ്യക്തമായിട്ട് അവൻ പൗലോസ് പറയുന്നത്. 11-ാം വാക്യം 9 മുതൽ താഴോട്ട്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും, ക്രിസ്തുവിനെ നേടേണ്ടതിന് അവനിൽ ഇരിക്കേണ്ടതിന്, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും, ഇങ്ങനെ വല്ലവിധേനെ അറ്റ് എനി കാസ്റ്റ് എന്ത് ചെലവാക്കേണ്ടി വന്നാലും എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നു. ഈ ധനം പ്രാപിച്ച പൗലോസാണ്. അതുകൊണ്ടാണ് കൊലോസിലെ വിശ്വാസികളും പറഞ്ഞത്, നിങ്ങളും ഈ ധനം പ്രാപിക്കണം. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിച്ച, അല്ലെങ്കിൽ അവനിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക ജ്ഞാനത്തിൻ്റെ നിക്ഷേപങ്ങൾ, അവനിൽ രഹസ്യമായിരിക്കുന്ന, ഗുപ്തമായിരിക്കുന്ന, അവനിൽ മറഞ്ഞിരിക്കുന്ന അഴിയാത്ത ഒഴിയാത്ത ജ്ഞാനത്തിൻ്റെ അഗാധ തലങ്ങൾ നിങ്ങളും പ്രാപിക്കണം. ഞാൻ മാത്രമല്ല, നിങ്ങളും പ്രാപിക്കണം. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവ്. അവനെ അറിയുന്ന അറിവിൻ്റെ ധനം നാം പ്രാപിക്കണം. നമ്മുടെ ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞാൽ ഒന്നും നമുക്ക് ലോകത്തുള്ള ഒന്നും പ്രധാനമല്ല, നമ്മുടെ ജീവൻ പ്രധാനമല്ല, മറ്റൊന്നും പ്രധാനമല്ല. വല്ല വിധേയനും അത് പ്രാപിക്കണം. ഈ പൗലോസാണ് കൊരിന്ത്യർ ഇപ്പോൾ നമ്മൾ അംശമായി അറിയുന്നു. എല്ലാം അംശമായിട്ട് അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. ഇന്ന് അല്പജ്ഞാനികളുടെ ലീലാവിലാസങ്ങൾ കണ്ട് മനം തളരുന്ന അനുഭവം നമുക്ക് ആത്മീയ മണ്ഡലത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കട്ടെ. ഇന്ന് ഒന്ന് ചിന്തിക്കുക, ക്രിസ്തുവിനെ അറിയുന്ന അറിവിൻ്റെ ധനം നാം പ്രാപിച്ചിട്ടുണ്ട്. അതിൽ നാം സമ്പന്നരോ? യേശു ക്രിസ്തു നമുക്ക് ആരാണ്, അവൻ എന്താണ്, എത്രത്തോളം നാം അവനിൽ ഇരിക്കുന്നു, അവന് വേണ്ടി നാം എന്തെങ്കിലും തിരിച്ചിട്ടുണ്ടോ, അവനെ ഉപയോഗിച്ച് കാര്യസാധ്യം പ്രാപിക്കുന്നവരല്ലേ നമ്മൾ പലരും. എന്നാൽ ക്രിസ്തു നിമിത്തം സകലവും ചവറന്നിടുന്ന വസ്തുക്കളെ, ലോകത്തിലെ വസ്തുക്കളെ എല്ലാം ചവറന്നിടുന്ന, ഞാൻ ഒന്നും നേടിയില്ല എന്ന് തന്നെക്കുറിച്ച് എന്നെ മനസ്സിലാക്കുന്ന വ്യക്തമായ ലക്ഷ്യബോധമുള്ള ഓട്ടക്കളത്തിൽ നിന്ന് ഒരു ശക്തിയും വ്യതിചലിപ്പിക്കാതെ എനിക്ക് വച്ചിരിക്കുന്ന വിരുദ് എനിക്ക് പ്രാപിക്കണം എന്ന ബോധത്തോടെ ഓടുന്നവരായി നാം മാറുന്നു. 2 വീഡിയോയിൽ നിർത്തണമെന്ന് ഉദ്ദേശിച്ചത്, പക്ഷേ അത് സാധിക്കുന്നില്ല. സമയം അരമണിക്കൂർ കൂടുതൽ ഒരു വീഡിയോ തുടരരുത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വേറൊരു വീഡിയോയിൽ മറ്റു വിഷയങ്ങൾ ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയപിതാവേ, ഞങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാഥ, ഞങ്ങൾ ഏതിലാണ് സമ്പന്നരാകേണ്ടതെന്ന് വീണ്ടും ചിന്തിപ്പാനൊരവസരം തന്നല്ലോ. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും അങ്ങനെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളെ നാഥാ, അത് കാണുവാൻ, അറിയുവാൻ, അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങൾക്ക് വഴി തന്നിരിക്കെ കർത്താവെ, അത് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് അറിയും തോറും ലോകവുമായുള്ള ഞങ്ങളുടെ ബന്ധം നാഥ വിച്ഛേദിപ്പാൻ്റെയും കുറയുമല്ലോ.
അത് അറിയുന്തോറും ഞങ്ങൾ ആരെന്ന് ചിന്തിക്കുമല്ലോ. ഞങ്ങളൊന്നുമായിട്ടില്ലല്ലോ കർത്താവേ. അതറിയുന്തോറും വ്യക്തമായ ലക്ഷ്യബോധമുള്ളവരായി ഞങ്ങൾ നീങ്ങുമല്ലോ. ആ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ദൈവാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് ഈ വീഡിയോ നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുന്നെങ്കിൽ, അനുഗ്രഹമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.